ചോദ്യം ചോദിക്കാറുണ്ട്. ഓ ചോദിച്ചോടാ. സാധാരണ എല്ലാ വീട്ടിലും കണ്ടുവരുന്ന പോലെയാണ്. ആദ്യത്തെ ഈ അച്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, അതെന്താ കാര്യം? ആദിയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാ. ഓക്കെ. അപ്പൊ അതിനുശേഷം മുത്തശ്ശിയാണ് ആദിനെയും ചേച്ചിയായ ആത്മജയെയും നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളോട് ഭയങ്കര സ്നേഹമാണ്. ആദിനോട് കുറച്ചധികം സ്നേഹമാണ്. കാരണം ചേച്ചി കല്യാണം കഴിച്ച് പോയല്ലോ. അതെ. പിന്നെ ആദി മാത്രമല്ലോ മുത്തശ്ശിയോടുള്ള. അതുകൊണ്ട് മുത്തശ്ശിക്ക് സ്നേഹമാണ്, ഭയങ്കര സ്നേഹം. ഓക്കെ ഓക്കെ, അതിക്ക് തിരിച്ച സ്നേഹമുണ്ട്. പിന്നെ ഭയങ്കര സ്നേഹമാണ്. നിങ്ങളുടെ ഈ ബന്ധമില്ലേ, ഇത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാ? ആക്ച്വലി കല്യാണം നടക്കാൻ കാരണം തന്നെ മുത്തശ്ശിയും എന്റെ അമ്മയുമാണ്. അമ്മയും സപ്പോർട്ടാണ്. മായ. അമ്മയുടെ വാട്ട് ഈസ് യുവർ മദേഴ്സ് നെയിം? മായലക്ഷ്മി IAS. കുറേ സ്ഥലത്ത് പോയി ഞങ്ങൾ ഒളിച്ച് താമസിച്ചു ഈ ഒരു പ്രഗ്നൻസി അറിയിക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ആദ്യം എന്നെ ഒരു വഴിയില്ലാത്ത സമയത്താണ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയും അമ്മയും എല്ലാരും കൂടെ കൂടിച്ചേർന്ന് കല്യാണം കഴിപ്പിക്കാന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ കല്യാണം നടക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഭയങ്കര. ഒരു സൈഡിൽ അവിഹിതവും മറ്റേ സൈഡിൽ അണ്ടർസ്റ്റാൻഡിംഗ്. സ്ട്രഗിൾ എല്ലാം എടുത്ത അദ്ദേഹമാണ്. മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട ലെവലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നോക്കൌട്ട് ആണ്. അതായത് തോറ്റു കഴിഞ്ഞാൽ പിന്നെ സിമ്പതി ഒന്നുമില്ല, അപ്പൊ തന്നെ നമ്മൾ ഗെറ്റ് ഔട്ട് ആണ്. അതായത് മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ പണിപാളി എന്ന റൗണ്ടിന്റെ പേര്. അപ്പൊ 20,000 രൂപയുടെ ഒരു TV നിങ്ങളെ കാത്തിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ 50,000 സമ്മാനങ്ങളായിരിക്കും ഈ ലെവൽ നിങ്ങൾ വിജയിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ലെവൽ 4ന്റെ ഗെയിം എന്താണെന്ന് നമുക്ക് നോക്കാം. ആലപ്പുഴ പട്ടണത്തിൽ എന്തോ ചളി വരുന്നുണ്ട്. ഒന്നുമില്ല, നോക്കൌട്ട് ലെവലിൽ നമ്മൾ ജയിക്കാൻ പോവുകയാണ്. അത്രേ ഉള്ളൂ. അത് പറയണ. ഈ ഗെയിമിന്റെ പേരെന്ന് പറഞ്ഞാൽ വാലോട്ടം എന്നാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരു വാലില് ഒരു തേങ്ങ കെട്ടിട്ടിരിക്കുന്നുണ്ടല്ലോ. സിമ്പിൾ ആണ്. ഇവിടെ 2 ബോളുണ്ട്, ഓരോരുത്തർക്കും ഓരോ ബോളാണ്. ഓക്കെ. ഇപ്പൊ അശ്വിനിക്ക് ഈ ബോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ബോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇത് വെച്ചിട്ട് 60 സെക്കൻഡ് സമയമുണ്ട്. ഇത് വെച്ച് ഈ ബോൾ അടിച്ചടിച്ച് ഗോൾ ആക്കണം. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. പക്ഷേ എങ്ങാനും അത് ഗോൾ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ 60 സെക്കൻഡ് കഴിയുമ്പോൾ ആരുടെ ബോളാണ് ഈ ഗോൾ പോസ്റ്റിന്റെ ഏറ്റവും അടുത്തിരിക്കുന്നത് അവരെ ആയിരിക്കും നമ്മൾ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അൻസില ആൻഡ് അശ്വിനി. നോക്കൌട്ട് ആണ്. ഔട്ടായി കഴിഞ്ഞാൽ പുറത്തു പോകേണ്ടി വരും. ഓക്കെ. അതൊന്നും നമുക്കാണ് നഷ്ടപ്പെടാനുള്ളത്, ആ കുട്ടിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഒന്നുമില്ല. കളിക്കണം. അപ്പൊ അശ്വിനിക്ക് നല്ലൊരു കൈയടിയോടെ കമോൺ എവരിബഡി. നമ്മുടെ കൊച്ച് അൻസില ജയിക്കാനുള്ളതാണ്. ഈ തോറ്റ് നിൽക്കുന്നവരുടെ കൂടെ വേണം ജനം കൂടുതൽ നിൽക്കാൻ. അടിവക്കളെ കൈയടി. എല്ലാം ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോ ഈ ഫുട്ബോൾ മത്സരത്തിന്റെ 60 സെക്കൻഡുകൾ ഇവിടെ ആരംഭിക്കുന്നു. 3, 2, 1 ഗോ. അടിക്ക്. അത് തന്നെ. അടിക്ക്. കാല് വെച്ച് അടിക്കാൻ പറ്റത്തില്ല. പോയി കുഴപ്പമില്ല. സമയമുണ്ട്. അങ്ങനെ കൊണ്ടുപോയത്. വെരി ഗുഡ്. വാട്ട് എ വണ്ടർഫുൾ സ്ട്രാറ്റജി. പൊരുതി വന്നതാ തോക്ക. ഒരു കുഴപ്പമില്ല. ഒരു ബോളിൽ തീർന്ന എല്ലാ തുമ്പോളി. ഒരു ബോളിൽ തീർന്നതല്ല, ഇത്രയും പൊരുതി വന്നതാ. ഈ മത്സരം തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത സമയത്ത് വിജയ് ഈ ബോളിൽ ചെറുതായിട്ട് നക്കി വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു. തുപ്പലിൽ സ്റ്റക്കായി പറയാലോ. ഞങ്ങളുടെ കൊച്ച് മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ തുപ്പലിൽ സ്റ്റക്കായി പോയി. ഇത്രയും വലിയ ഗോൾ മെസ്സി അടിക്കണം മാത്രമേ കണ്ടുള്ളൂ. ഈ കൊച്ചാണ് എളുപ്പമാണെങ്കിൽ മറ്റേ ആ വണ്ടി കിട്ടും. ഇല്ല, ഞങ്ങൾ അങ്ങനെ എളുപ്പം പോകണം. ഞങ്ങൾ പതുക്കെ പോകണമെന്നുള്ളൂ. മനസ്സിലായില്ലേ? ഒന്നുമില്ല. ഞങ്ങളുടെ പൊരുതി തോറ്റ ഞങ്ങളുടെ അശ്വിനിക്ക് ഒരു കൺസലേഷൻ പ്രൈസ് കൊടുത്തിട്ടേ ഇവിടെ എനിക്ക് വിടാൻ പറ്റുള്ളൂ. ഓക്കെയാണ്. പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്നും പൊരുതി തിരിച്ചു കയറി വന്ന നമ്മുടെ ഈ പൊന്നുമോൾ കൊണ്ടല്ലോ ഇടിച്ചു കയറ്റി കൈയടി. അപ്പൊ നമ്മുടെ അശ്വിനിക്ക് പ്രോത്സാഹന സമ്മാനമായി ലഭിക്കുന്നു പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ്. അപ്പൊ നമ്മൾ ഇനി ലെവൽ 5ലേക്ക് പോവാണ്. ലെവൽ 5 നിങ്ങളെ കാത്തിരിക്കുന്നത് 25,000 രൂപ വിലയുള്ള AC. അങ്ങനെ ടോട്ടൽ 75,000 രൂപയുടെ സമ്മാനങ്ങൾ ഇനി ലഭിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ പുറകിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഒരാൾക്കാണ്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആ സൈഡ് 3 പേരുണ്ട്, ഈ സൈഡ് 2 പേരുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൈക്ക് തരും. മൈക്ക് തരുന്ന സമയത്ത് 100-ൽ നിന്നും പുറകിലേക്ക് എണ്ണണം. 100, 99, 98. ഓക്കെ. അങ്ങനെ തെറ്റാതെ
ഏറ്റവും സ്പീഡിൽ എണ്ണുന്ന ആരാണോ അവരായിരിക്കും സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 3, 2, 1 സ്റ്റാർട്ട്. 99, 98, 97, 96, 95, 94, 93, 92, 91, 80. ആ പോയി കൊടുത്തോ. അപ്പുറത്ത് 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, 88, 87, 86, 85, 84, മതി, മതി. അടുത്ത ആൾ അടുത്ത 100, 99, 98, 97, 96, 95, 94, 93. ആ പോയടാ മോനെ. നിനക്കൊരു ഒരു ഇവിടെ, പുള്ളി റാപ്പ് പാടുന്ന ചേട്ടാ ചിമ്മൻ ചേട്ടാ പിടിച്ചോ. 100, 99, 98, 97, 96, 95, 94, 93, 92, 93, 89, 88, 87, 86, 85, 84, 83, 82, 83, 80, 79, 78, 77, 76, അപ്പുറത്തെത്തുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും അല്ല. ഇതാ പിടിച്ചോ. 100, 99, 98, 97, 96, 95, 94, 93, 92, 91, 90, 89, ഓക്കെ 88. ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോ നിസ്സംശയം നമുക്ക് വിജയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ കാത്തിരുന്ന ആ 25 ഇഞ്ച് വിരിവുള്ള ആ നെഞ്ചിന്റെ ഉടമസ്ഥൻ എന്റെ ആലപ്പുഴയുടെ ജിമ്മൻ. അപ്പൊ നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് അഭിലാഷ് ചേട്ടനെ സ്വാഗതം ചെയ്യാം. എന്റെ അഭിലാഷ് ചേട്ടാ